ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കിടക്കാച്ച ചലഞ്ചാണ് സുഹൃത്തുക്കളെ. 24 hours ഹെൽത്തി ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്. നമ്മൾ 24 hours അൺഹെൽത്തി ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് ചെയ്തില്ലേ, അതുപോലെ ഹെൽത്തി ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്. ഇലക്കറി, ഇലത്തോരൻ, മറ്റേ കാ വെച്ചിട്ടുള്ള സംഭവം, അതായത് ഫ്രൂട്ട്സോ വെജിറ്റബിളോ അങ്ങനെയൊക്കെ മാത്രം ഹെൽത്തി ആയിട്ട് ഈ എണ്ണയിട്ട് പൊരിച്ച് അങ്ങനെയൊന്നും ഉണ്ടാക്കി തിന്നില്ല. മീൻകറി ഇച്ചിരി കൂട്ടാൻ തോന്നില്ലേ? മുളക് കറിയാ ഇച്ചിരി കൂട്ടാം. ജങ്ക് ഫുഡ് ഒന്നും കഴിക്കല്ലോ, പുറത്തുനിന്നുള്ള ഭക്ഷണം ഒന്നുമില്ല, ഷവർമ, റോള് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഉള്ളി ഹെൽത്തി ഫുഡ്. ആരോഗ്യം നോക്കുക. വേണ്ടേ, ഇപ്പോൾ വയ്യാണ്ടാക്കി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഫുഡ് കഴിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചലഞ്ചായിട്ട് ഇപ്പോൾ വന്നത്. എനിക്ക് ഓർഗാനിക് തിന്നണം. തേങ്ങയൊക്കെ നമ്മൾ പൊതിച്ച് തൊണ്ടോടെ തിന്നണം. ഫുൾ ഓർഗാനിക്. കരിക്കുണ്ടോ? കരിക്ക് തെങ്ങ ഇപ്പൊ അരി കയറും. അരി കയറും. ഞാൻ കയറണോ ഇനി ഈ വയ്യാത്ത കയ്യും വെച്ച്? അല്ലെ ഞാൻ അയ്യോ എന്തിന്? ഞാൻ തെങ്ങിലൊക്കെ കയറിയിട്ടുണ്ട് പണ്ട്. ഈ തെങ്ങ് ഇത്ര വളർന്നില്ലായിരുന്നു. എന്റെ പൊന്നേ, ഒരു വെള്ളക്കെങ്കിലും നിങ്ങൾ മരത്തിൽ കയറുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പണ്ട് ഞാൻ മരത്തിൽ കയറിയിട്ടുണ്ട്. ഏത് മരത്തിലെ? അപ്പുറത്തെ വട്ടയില് കയറി ഒടിഞ്ഞു വീണ. ഹാപ്പിക്കുട്ട ഇവിടെ ഉണ്ട്. ഹാപ്പിക്കുട്ടന് ഇന്ന് ഓർഗാനിക് ആണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സുഹൃത്തുക്കളെ. ചലഞ്ച് തുടങ്ങിയല്ലോ. അപ്പൊ നമ്മള് രാവിലെ എന്താണ് ഉണ്ടാക്കുന്നത്? 12 മണി ആയെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ ഒരു സംഭവം കണ്ടുവച്ചിട്ടുണ്ട്. ഇതിൽ ചെറുപയർ വെച്ചിട്ട് ദോശ ഇടും. ചെറുപയർ വെച്ചിട്ട് ദോശ ഇടും? ദോശ ഇടും. അത് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് അമ്മ ഉണ്ടാക്കി. അത് നമ്മള് ഗ്യാസ് അങ്ങോട്ട് ഓണാക്കുക. എല്ലാം കുറച്ച് സ്ലോ ആണേ. ചട്ടി ഒന്ന് ചൂടാവട്ടെ. എണ്ണയൊന്നും ഒഴിക്കത്തില്ല കേട്ടോ. ഈ സത്യത്തിൽ ഈ ചെറുപയർ നമ്മൾ വെള്ളത്തിട്ട് വെക്കണം തലേന്നേ. ഇത് കുതിർന്ന് വരാനായിട്ട് ഒത്തിരി സമയം എടുക്കും. ഇത് പിന്നെ പെട്ടെന്നായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വറുത്തിട്ട് പൊടിച്ചിഞ്ഞെടുക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി ദോശ വെക്കാം. സമയത്തില്ലേ പറയുന്നത്? അതെ. പയറ്, ചട്ടി, കൊച്ചു ചെറുപയറെ കൊണ്ടിടാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വൻപയർ ഇടാട്ടോ. ചെറുപയറാണ് കൂടുതൽ ഹെൽത്തി. ഇതിനകത്ത് ഒത്തിരി കുറെ സംഭവമൊക്കെ ഉണ്ട്. ഇതിനകത്ത് എന്തൊരു സംഭവം അങ്ങനെ കൊണ്ട് ഇതിനകത്ത് ഒത്തിരി എന്തൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര ഹെൽത്തിയാ. ഇത് എല്ലാത്തിനും നല്ലതാ. എല്ലാത്തിനും നല്ലതാ. ദഹനത്തിന്, കുളിക്കാൻ നല്ലതാ, മുഖത്ത് തേക്കാൻ നല്ലതാ, കഴിക്കാൻ നല്ലതാ. അതറിയത്തില്ലേ? എനിക്കറിയത്തില്ല. ഇത് മുഖത്തൊക്കെ ഇടുമല്ലേ? പിന്നെ ഈ അരിമ്പാറയൊക്കെ വരുമ്പോഴത്തേനും എടുത്തിടാം. അതിനല്ല, അലർജി വരുന്നവർക്ക് നിങ്ങൾ എടുത്തിട്ട്. എടാ, അലർജി വരുന്നവർക്ക് ചിലപ്പോ സോപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തവര്, കുളിക്കാത്ത ആൾക്കാർക്കെന്ന് പറ. ഓക്കെ. കുറച്ച് ഇഞ്ചിയും വറ്റൽമുളകും. വറ്റൽമുളകും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടാം. കുറച്ച് ഇഞ്ചി, 4 അരിഞ്ഞ ഇഞ്ചി. നീ അരച്ച ഉപ്പ്. ഓ, അറിഞ്ഞൂടെ ദോശ ഉണ്ടാക്കാം? ഞാൻ എല്ലാം പറഞ്ഞു തരണം. ഇത് ഞാൻ വിചാരിച്ച് പൊടിച്ചിട്ട് ബാക്കിയൊക്കെ ഇടാന്ന്. സെറ്റ്. എന്തൊരു ചൂടല്ലേ. ഇനി അതിനകത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പൊ മാവ് കണക്കാവും. ചുമന്ന കളറായാല് വറ്റൽമുളകിന്റെ പരിപ്പ് കറി. ഇതാണ് പരിപ്പ് കറി. ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് വറ്റൽമുളക് ഇടത്തില്ല, പച്ചമുളക് ഇടും. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിക്കാം. ശരി. ചെറുപയർ മാവ്, വട്ടത്തിൽ പരുത്ത്. ഇത് എന്തൊരു ഷേപ്പ്? അമീബേ. രസമുണ്ട്. അതിന്റെ മണ്ട കുറച്ച് ഉള്ളി അതൊക്കെ ഇട്ടാലോ? വേണ്ടല്ലേ? മുറിയല്ലേ? സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച്. അത് ഈ പാൻ പിടിച്ച് കറക്കി ഇങ്ങനെ ഇട്ടാ അങ്ങനെ ഇട്ടാ വരുമല്ലോ. കൊള്ളാല്ലേ? അമ്മ ഇവിടെ മീൻകറി സെറ്റ് ആക്കും. ഒന്ന് തുറന്നേമ്മ. അടിപൊളി. ഒരു തല ചൂരയാണ്. ചൂരത്തല, മുതുക്ക് ചൂരത്തല കേട്ടോ. ഇത് ഹെൽത്തിയാ. ഹെൽത്തിയാ. ഇത് നമുക്ക് തിന്നാം. ഉച്ചക്ക് തിന്നാം. പുളിമുളക് കറിയാ. പഴം പുഴുങ്ങിയെടുക്കാം. നമ്മൾ പഴം മാത്രമല്ല, നമ്മളൊരു ഇഡലിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇഡലി കൂട്ടും വെച്ചേക്കുക. അപ്പം നമുക്ക് 2 ഐറ്റം കൂടെ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് പഴം അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. ഈ പഴം ഭയങ്കരമായിട്ട് അങ്ങ് പഴുത്ത് കേട്ടോ. ഇതാണ് ഈ സ്കിൻ ഇങ്ങനെ കറുത്തിരിക്കുന്നത്. പക്ഷെ നല്ലതല്ലേ? നല്ല പഴമാണ്. പക്ഷെ ഈ പഴമാണ് ഏറ്റവും ടേസ്റ്റ്. ചെറുപയർ ഇഡലി. ഇതെന്താവെന്ന് അറിയത്തില്ല കേട്ടോ. ചുമ്മാ ഒരു നോക്കാം എന്താവുമെന്ന്. വെക്കട്ടെ? അടക്കട്ടെ? കൈ വയ്യെങ്കിൽ അഹങ്കാരത്തിലൊരു കുറവില്ല. ഞാൻ ദോശ മാറ്റട്ട്. അടിപൊളി. കറക്റ്റ്
വിറ്റ് എന്തോന്ന് അറിയാമോ ഇത് കണ്ട? നമ്മൾ ഈ റോട്ടിലൊക്കെ ചാണാൻ കിടക്കുമല്ലേ, വെയിലത്ത് ഇങ്ങനെ വരണ്ട് അതുപോലെ നോക്കിയാ അത് ഉണ്ട്. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നോക്കൂ, ഇഡലി ആയല്ലേ, ഇഡലി സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ പഴം പുഴുങ്ങിയതുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിക്കാം, ഹെൽത്തി, വെരി ഹെൽത്തി. പാല് നാരങ്ങയല്ലേ, അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് മാറ്റി വെച്ചത്. പിരി ആദ്യം അമ്മ ദോശ അങ്ങോട്ട് കഴിച്ചു. എന്തൊരു കൊള്ളത്തില്ലേ, ഇതങ്ങ് മടൽ കണക്കായി. ഒന്നും ഒരു ഇതുമില്ല, ഒരു കുണമില്ല കേട്ടോ. പിന്നെ തിന്നാ, ഹെൽത്തിയാ, കളയണ്ട, തിന്നോ. ഒരുമാതിരി ചവർപ്പ്. ഇനി ഇഡലി നോക്കാം. അതൊട്ടും കാണൂല, തിന്നോക്ക്. ഹെൽത്തിയാ, കുഴപ്പമില്ല. പഴം തന്നെ ഭയങ്കര ചൂട് കേട്ടാ. പാല് ചൂടാടാ പാല്. ഹേ ഗൈസ്, അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു തീർന്നു. ഒന്നും ബാക്കിയൊന്നും വന്നില്ല കേട്ടോ. ഇത് ഹെൽത്തിയാ, ആ പഴത്തൊലി ഹെൽത്തിയാ. ആ തിന്നമ്മ അത് നീ തിന്ന നീ തിന്നുന്ന സാധനം ഞാൻ ഇപ്പൊ തിന്നുന്നത്. ഞാൻ തിന്നാമ്മ തിന്നു. ആ തിന്നും. പിടി തിന്നണേ. എന്ത് അത് ഈ കറുത്തയാണ്ടോ ഒരുമാതിരി കയപ്പ്. നീ കടിച്ചോണ്ട് എന്നെ കൊണ്ട്. തിന്നാ. ഇനി നമുക്ക് ലഞ്ചിനുള്ള സെറ്റപ്പ് ഒക്കെ കേട്ടോ. ലഞ്ചിന് നമ്മൾ എന്തിനാ ഉണ്ടാക്കുന്ന? ഞാനേ വേറൊരു ഐറ്റം ഉണ്ട്, ഉണ്ടാക്കാം. ചേമ്പല റോള്, വെറൈറ്റി സെറ്റപ്പ് ആട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ അത് പണ്ട് ചൈനയിലായിരുന്ന സമയത്ത് അവിടെ വെച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഉണ്ടാക്കി ഞാൻ കണ്ടതാണ്. നിങ്ങളാണ് എന്നെ പഠിപ്പിച്ച ഇങ്ങനെയൊക്കെ. ചേമ്പിന്റെ ഇല ചുരുട്ടി നമുക്കൊരു റോൾ ഉണ്ടാക്കാം, വെറൈറ്റി ആയിട്ട് കേട്ടോ. പൂ വെച്ച് നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാലോ? തെറ്റിപ്പൂ മെഴുക്ക് വരട്ടി. അമ്മ ബട്ടർഫ്ലൈയെ പിടിച്ചങ്ങ് പൊരിച്ചാലോ? ഓർഗാനിക് ആണ്, തേൻ കുടിക്കുക. തേങ്ങ ഇത് നല്ലതാണോ? അപ്പൊ ഇതെടുക്കാം. എവിടെ ചേമ്പല? വേറീസ് ചേമ്പല. അമ്മ അങ്ങോട്ട് വെട്ടമ്മ കയറി ഇതോ പോണ. ഒരെണ്ണം ഒന്നുകൂടെ. മത്തയുടെ അല്ല വേണോ? മത്തയുടെ അല്ല വെച്ചെന്തിരിക്കും? മത്തയില തോരൻ വെക്കും. എന്നാ മത്തയില എടുക്ക്, തോരൻ വെക്കാൻ. മത്തയില തോരനും ചേമ്പല റോളും. എനിക്ക് വയ്യാത്തോണ്ടാണ് കേട്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. അല്ലേലും ഞാനെല്ലാം ചെയ്യുന്ന. എന്നാ നിങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടാക്കാം, ഞാൻ പോണു. നല്ലതാ കേട്ടോ മത്തന്റെ ഇല. എന്തോമാ ഇതിന്റെ? ഇത് നല്ലതാ. മണ്ടേ ഇതിന്റെ ഇങ്ങനെ കീറി എടുക്കണം തണ്ട്. ഇതിന്റെ ഈ നാര്, അല്ലെങ്കിൽ അത് എനിക്കറിയത്തില്ല, ഞങ്ങൾ അമ്മയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ഈ ആര് കളയിങ്ങനാക്കും, കടഞ്ഞെടുക്കും മത്തയുടെ അല്ല. അമ്മ ഈ പണ്ട് തൊട്ട് ഈ കാട്ടി കിടക്കുന്നതും തോട്ടി കിടക്കുന്നതും ഒക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് കറി വെച്ച് തരും. ഞങ്ങള് കഴിക്കാത്തൊന്നുമില്ല. ഇതില് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? വിറ്റാമിനാ അത്രേ ഉള്ളു. അല്ല എന്തുവാന്ന് അറിയത്തില്ല. അല്ല എന്തെങ്കിലും ഈ കാഴ്ചക്ക് നല്ലത്, വയറിന്റെ കുടലിന് അങ്ങനെയൊക്കെ ഉണ്ടോ? അറിയത്തില്ല. ഇത് ഇല തോരൻ വെച്ച് കഴിക്കാൻ നല്ലതാ. അതേ അറിയാവൂ. തോരൻ സാധാരണ നമ്മള് ഇല വയ്ക്കുന്നത് കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടി, ഇച്ചിരി തേങ്ങ, ഒന്ന് ചതച്ചാ മതി കേട്ടോ. കല്ലില്ലേ മറ്റില്ല, ചെറിയ ഇടിക്കല്ലുണ്ടായിരുന്നില്ല. ഇടിക്കല്ലായാലും മതി. ഇത് വെളിച്ചെണ്ണ ഒഴിക്കണ്ട, നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാതെ വെക്കാം. വലിയ ടേസ്റ്റ് കാണത്തില്ലല്ലേ? കുഴപ്പമില്ല. ഇത് ഉണ്ടല്ലോ തേങ്ങ ഉണ്ടല്ലേ, ഇതിടാം. ഇത്രയുള്ള സംഭവം. ഇനി ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് തോരൻ റെഡിയാവും. ഓക്കെ. ഉപ്പിട്ടില്ല. ഉപ്പിട്ടില്ല, അതല്ലേ കുറച്ച് ഉപ്പ് കേട്ടു.
ഇച്ചിരി ഉപ്പ്. ഇത് എന്റെ തലയിൽ ഇപ്പൊ ഉദിച്ചൊരു ഐഡിയ ആണ്. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, അമ്മ അതിനൊക്കെ ചെയ്യണം. എല്ലാം പരീക്ഷണമാണല്ലോ. അതെ അതെ, നമ്മൾ ആദ്യം മസാല സെറ്റ് ആക്കണം കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കാം. മസാല സെറ്റ്. ഇതെടുത്ത് അങ്ങോട്ട് ഇലയിലോട്ട് തേക്കാം. ഇല തേച്ചോ, ഇല തേച്ചോ. ഇങ്ങനെ ഇത് പുഴുങ്ങിയെടുക്കുന്ന കേട്ടോ. ഈ ചൈനയിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് മതിയോ? പിന്നെ എരി വിടൂലേ? മതിയാ? കുറച്ച് കുരുമുളക് കേട്ടോ. ചുരുണ്ട് വരുമോ എന്തോ എനിക്ക് അറിയത്തില്ല. ചുരുട്ടട്ടെ പൊതിഞ്ഞങ്ങ് വെച്ചു കേട്ടോ നമ്മള്. ഓക്കെ, നമ്മള് മറ്റേ ടൂത്ത് പിക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചോ കേട്ടോ ഇതുപോലെ. അപ്പൊ നമ്മൾ 2 ഇലയും ഇഡ്ഡലി കുട്ടൂത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പുഴുങ്ങി എടുത്ത് കഴിച്ചാൽ മാത്രം മതി. എന്ത് കത്തിക്ക് അമ്മ, ഇങ്ങനെയൊക്കെയല്ലേ വെറൈറ്റി ഡിഷ് ഉണ്ടാക്കുന്ന. മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എയർ ഫ്രൈയിൽ വെച്ച് സെറ്റാക്കാം. കുരുമുളക്, മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് നാരങ്ങ. മീനും നല്ല പനിഞ്ഞിലുണ്ട് കേട്ടോ. മിക്സ് ചെയ്യാം അങ്ങോട്ട്. കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണോ? ഇഞ്ചി ഇടൂലേ? പനഞ്ഞില് മീന്. ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ ലഞ്ചൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ചോറുണ്ട്. ഇത് റേഷനറി അല്ലേ? റേഷനറി. വല്ലപ്പോഴൊക്കെ പോയി നമ്മൾ റേഷനറി വെക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള അരി, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്. ഇതങ്ങ് ഉണങ്ങി കരിയാണ്. ഇത് എണ്ണ തൂക്കാത്തതുകൊണ്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ എന്തിനായിരുന്നു? മത്തേല തോരൻ, മീൻകറി വിത്ത് മീൻ തല, ചൂരത്തലയുണ്ട് കേട്ടോ. പിന്നെ മറ്റേ എൻ്റെ കൊണാക്രി ഐറ്റം ഇല വെച്ച് ഞാൻ ഉണ്ടാക്കിയത്, അതുകൊണ്ട് ചേമ്പലേൻ്റെ. ഓക്കെ, പിന്നെ തൈര്, മോര്. ഇതാണ് നമ്മുടെ ലഞ്ച്. ഓക്കെ, ഇത്ര പോരെ? ഇത്ര തന്നെ മതി. നമുക്ക് 2 പേർക്ക് ഇത്രയും മതി. ഒത്തിരി ഉണ്ടാക്കി വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ വെജിറ്റബിൾ സലാഡും ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, സെറ്റ്. മീനും ചോറും. അടിപൊളി മീൻകറി. ഫിഷ് ഫ്രൈ. ഓ, ഇത് ഉണക്കമീൻ കണക്കിരിക്കുന്നു. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ട്. തോരൻ കഴിക്കുക. ഇനി മെയിനായിട്ടും കഴിക്കാം ഇല റോള്. ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ആദ്യം ഇങ്ങോട്ട് എടുത്തിട്ട് ടൂത്ത് പിക്ക് കഴിക്കുക. എന്നിട്ട് ഇങ്ങോട്ട് എടുക്കാം. കഴിക്കട്ടെ? നാട്ടു സാധനം. ദൈവമേ, ആ ഇല എങ്ങ അഴുകി കേട്ടോ ഇരുന്ന്. മഴയത്ത് കിടന്ന് വെള്ളം നാരങ്ങ നീര് മൊത്തം പോയി. എന്റെ ഫ്ലോ എല്ലാം പോയി, മൂട് പോയി. കുക്കുംബർ. എനിക്ക് ആ മീനിന്റെ കണ്ണ് മതി. കണ്ണിന്റെ ഭാഗം മാത്രം എന്താ? കണ്ണാണോ? എനിക്ക് മീനിന്റെ കണ്ണ് ഭയങ്കര ഇഷ്ടം. ഓക്കെ ഓക്കെ, മീനിന്റെ കണ്ണ്. 2 എണ്ണം ഉണ്ട്. അപ്പുറത്തും ഉണ്ട് ഒരു കണ്ണ്. ഇത് ഒറ്റക്കണ്ണായിരുന്നു. അല്ല, 2 എണ്ണം ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് പിടിച്ചു കുടിക്കുന്നവരേതായാലും കുഴപ്പമില്ല. ഇത് ഫുള്ള് കഴിച്ചിട്ട് തരാവേ. എന്നിട്ട് നമുക്ക് ഡിന്നർ ഉണ്ടാക്കാം. ഇതൊരു വെറൈറ്റി ചലഞ്ചാണ്. പുറത്തുനിന്ന് ജങ്ക് ഫുഡ് ഒന്നുമില്ല. എല്ലാം ഇല, തോരൻ ഉള്ള അങ്ങനത്തെ സംഭവങ്ങളാണ്. പ്രോട്ടീൻ റിച്ച് ഫുഡ് ഉള്ളി. സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. അതൊന്നും കൂടെ ഉണ്ടാക്കിയല്ലോ വൈകിട്ട് രാത്രി അച്ഛന്. രാത്രി മൊത്തം ഫ്രൂട്ട്സ് ആക്കാൻ പോവാ. പുട്ടും മാമ്പഴവും. അത് ഞാൻ പറഞ്ഞൊരു കോംബോ ആയിട്ട്. ഞാൻ ഇതുവരെ അങ്ങനെ കഴിച്ചിട്ടില്ല, പുട്ടും മാമ്പഴവും. അപ്പൊ അതൊന്നും ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നമ്മള് പഴം തിന്നത്തില്ലേ, അതുപോലെ മാങ്ങ.
ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ അത്താഴം കഴിക്കാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അത്താഴത്തിന് നമ്മളുടെ അച്ഛനും ചേരുന്നുണ്ട്. വെൽക്കം ടു അത്താഴം. വെൽക്കം ടു അത്താഴം. അപ്പോൾ ഗൈസ്, ഫ്രൂട്ട് സലാഡ് ഉണ്ട്, പിന്നെ ഗ്രേപ്പ് ജ്യൂസ്, മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ ഏത്തപ്പഴം അല്ല, അത് റോബസ്റ്റ് പഴമുണ്ട്, പിന്നെ പുട്ടും മാമ്പഴം, നമ്മുടെ മെയിൻ ഐറ്റം പുട്ടും മാമ്പഴം ഉണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പുട്ടും മാമ്പഴം. എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയത്തില്ല. കൊള്ളത്തില്ലെങ്കിൽ എന്നെ ഒന്നും പറയല്ലേ. നല്ലതായിരിക്കും. അമ്മയ്ക്ക് പുട്ടിച്ച് കുറവാണ് കേട്ടോ, പൊടി തികഞ്ഞില്ല. അതല്ല, എനിക്ക് ഇത്രയും മതി. ഇത്ര മതിയാ? അതുകൊണ്ട് ഉണ്ടാക്കിയത് അല്ല, പുട്ടുപൊടി തികഞ്ഞിട്ടല്ല. പക്ഷെ എല്ലാവർക്കും ഉണ്ടാക്കി തള്ളി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കില്ല കറക്റ്റ് അതിൽ നോമ്പ് തുറക്കിരിക്കുമല്ലേ, അതേ കണക്കിരിക്കുന്നത്. പുട്ടങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ആ മാങ്ങ 2 കഷ്ണം മാങ്ങ അങ്ങോട്ട് എടുത്തിട്ട് പുട്ടിലങ്ങോട്ട് ഇളക്കുക. കഴിച്ചു നോക്കാം. നിങ്ങൾ എന്തിനാ നോക്കിയിരിക്കുന്ന? കൊള്ളാൻ തോന്നില്ലേ? പുട്ടും മാങ്ങ, പഴമില്ലെങ്കിൽ മാങ്ങ ഉണ്ടായി തന്നെയാണ്. കൊള്ളാല്ലേ? കൊള്ളാം കേട്ടോ. എനിക്ക് പഴത്തിനൊക്കെ ഇഷ്ടപ്പെട്ട ഇതാ. പഴത്തിനെക്കാട്ടി മധുരമുണ്ട്, പഞ്ചാര ഇടേണ്ട ആവശ്യമില്ല. ആർക്കറിയായിരുന്നു ഈ പുട്ട് ഇങ്ങനെ തിന്നാൻ പറ്റും? ഫ്രൂട്ട് സലാഡ് ഒന്നും ഇട്ടിട്ടില്ല അത്, വേറെ ഒന്നുമില്ല. അതും പുട്ടും കൂടെ ഉള്ളത് യോഗ. സൂപ്പർ. ഗ്രേപ്പ് ജ്യൂസ് വിത്തൗട്ട് ഷുഗർ. റോബർട്ട് തൊലിക്കൂ, അല്ല പൊളിക്കൂ. നമ്മുടെ ഇവിടെ ഈ പഴമില്ലല്ലേ, റോബസ്റ്റ് നട്ടിട്ടുണ്ട്. ഏത് ഫുഡാ ഇഷ്ടപ്പെട്ട? രാവിലെ ഉണ്ടാക്കിയതാണോ? എനിക്ക് ഇപ്പൊ വൈകിട്ടുണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടു. അത്താഴം മാത്രമല്ലേ ഉള്ളായിരുന്നു? നേരത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. അതാണ് രാവിലെ പിന്നെ പയറുപൊടി വെച്ച ദോശ, ഇഡലി. ടേസ്റ്റ് ഇല്ലായിരുന്നു. അത് ടേസ്റ്റ് ഇല്ലായിരുന്നു. വൈകിട്ടത്തെ ആയിരുന്നു കേട്ടോ നല്ലത്. പക്ഷെ അച്ഛൻ ഉച്ചക്ക് വരണമായിരുന്നു. ഉച്ചക്കത്തത് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് ആ ചേമ്പല തേച്ച് ഇഡലി കൂട്ടി ചാവിയേറ്റത്, അത് കൊള്ളത്തില്ല. നിങ്ങളല്ലേ പറഞ്ഞ ചേമ്പല എല്ലാം സൂപ്പറാണ്. ഞാൻ അല്ല തോരനല്ലേ കഴിക്കുന്ന ചേമ്പല നമുക്കുള്ളത്. ഞാൻ എന്റെ രീതി കഴിക്കുമ്പോ അങ്ങനെയാണ്. എങ്ങനെയായാലും പുഴുങ്ങി കഴിച്ച നല്ലതാണ്. അച്ഛന് ഞാൻ പുഴുങ്ങി തരാം നാളെ. എനിക്കോടൊപ്പം ഞാൻ കഴിക്കൂ. ചലഞ്ച്. അപ്പൊ എന്തായാലും അത്ര ഉള്ള ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് ബൈ.